ദേവി മഹാമായെ. ഞാൻ കുമാരനെല്ലൂർ ദേവീക്ഷേത്രം മാനേജർ മുരളി കാഞ്ഞിരക്കാട്ടില്ല. കുമാരനെല്ലൂർ ക്ഷേത്രം മധുരമീനാക്ഷി സങ്കല്പത്തിലുള്ള 108 ദുർഗാക്ഷേത്രങ്ങളിൽ അതിപ്രധാനമായ ക്ഷേത്രമാണ്. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പഞ്ചപീഠ പൂജാ സങ്കല്പങ്ങളാണ് ഇവിടെ നിലനിന്നു പോരുന്നത്. ഗുരുവായൂരും അതുപോലെ തന്നെ കുമാരനെല്ലൂരും ഒക്കെ ശ്രീശങ്കരാചാര്യരെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നിശ്ചയിച്ച പൂജാക്രമങ്ങൾ അനുസരിച്ച് അതീവ ശ്രദ്ധയോടെയും ശുദ്ധിയോടെയും ചെയ്തു പോരുന്ന മഹാക്ഷേത്രങ്ങളിലൊന്നാണ് കുമാരനെല്ലൂർ ക്ഷേത്രം. വൃശ്ചികമാസത്തിലെ കാർത്തിക 9ാം ഉത്സവം വരത്തക്ക വിധത്തിൽ എല്ലാ വർഷവും 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ കൊണ്ടാടി വരുന്നത്. ഈ വർഷത്തെ തിരുവുത്സവം ഡിസംബർ 5, അതായത് 1200 വൃശ്ചികമാസം 20ാം തീയതി തൃക്കൊടിയേറ്റോടെ ആരംഭിച്ച് ഡിസംബർ 14, 1200 വൃശ്ചികം 29 ശനിയാഴ്ച ആറാട്ടോടെ സമാപിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ തൃക്കാർത്തിക ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ്. ഈ തൃക്കാർത്തികയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം ഐതിഹ്യ പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങൾ ഇതിനോടൊപ്പം ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. തൃക്കാർത്തിക ആറാട്ട് തിരിച്ചെഴുന്നുള്ള സമയം ദേവിയുടെ ആടയാഭരണങ്ങളെല്ലാം കണ്ട് അതിൽ ആകൃഷ്ടനായി ഭർത്താവിൻ്റെ സങ്കല്പത്തിലുള്ള വടക്കുംനാഥൻ തൃശ്ശൂർ തെക്കേ മതിലിന്മേൽ ഇരിക്കുമെന്നും അന്നത്തെ തൃശ്ശൂർ തെക്കേ മതിലിൻ്റെ ആണ് അന്നത്തെ ഉച്ചപൂജ നടത്തുന്നതെന്നും ഇപ്പോഴും അത് ആചരിച്ചു വരുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഉദയനാപുരത്തേക്ക് നിശ്ചയിച്ചിരുന്ന ഭഗവതിയുടെ വിഗ്രഹം ഇവിടെ ഭഗവതി മധുരയിൽ നിന്ന് വന്ന് കുടികൊണ്ടതിൻ്റെ പ്രകാരം കുമാരനല്ല ഈ ഊരിലേക്ക് എന്ന് ഭഗവതി അരുളി ചെയ്തുവെന്നും അങ്ങനെ ഈ സ്ഥലത്തിന് കുമാരനെല്ലൂർ എന്ന് പേര് വന്നുവെന്ന് ഐതിഹ്യം പറയും. ഈ വർഷത്തെ ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട കാര്യം, ഈ ക്ഷേത്രത്തിലെ ചുറ്റ് വിളക്കിൻ്റെ തടി കൊണ്ടുള്ള കാലുകളിലെല്ലാം തറച്ചിരുന്ന വിളക്കുകളെല്ലാം മാറ്റി പകരം അതെല്ലാം പിത്തളയിൽ പൊതിഞ്ഞ് അതിമനോഹരമാക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിന് മുമ്പായിട്ട് അത് സമർപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നു. പിന്നെ ഉത്സവത്തിന് പിടിയാനകളെ മാത്രം എഴുന്നള്ളിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. മറ്റ് ഇതര ക്ഷേത്രങ്ങളിലെ പോലെ കുംഭനാനകൾ ഇവിടെ പാടില്ല. കുംഭനാനകളും രാജാവും ക്ഷേത്രമതിലകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ നിയമം. രാജാവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ കൂടുതൽ രാജാവിനുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ ആണ് മധുരയിൽ നിന്നും ഭഗവതി വന്നതെന്നും അതുകൊണ്ട് രാജാവിൻ്റെ ശാസനങ്ങളെ ദേവിക്ക് ഉൾക്കൊള്ളാനാവുകയില്ലെന്നുമാണ് വിശ്വാസം. നാട്ടുകാരുടെയും അതുപോലെ സജ്ജനങ്ങളായ നിരവധി ഭക്തജനങ്ങളുടെയും ഒത്തൊരുമയോടെയും സഹകരണത്തോടെയുമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കർമ്മം നിർവഹിച്ചു വരുന്നത്. ഓരോ വർഷവും പുതിയതായ കാര്യങ്ങൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്ഷേത്രം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചു വരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ക്ഷേത്രത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദേവീ ശരണം.